മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ JK. എന്റെ പൊന്നു മക്കളെ, നമ്മളെ ക്രിസ്മസ് എക്സാം തുടങ്ങി ഇതപ്പൊ തീരാനായില്ലേ. നാളെയാണ് നിങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മളെ ഫിസിക്സിന്റെ എക്സാം. അതുകൊണ്ട് തന്നെ മക്കളെ, ആ ഫിസിക്സിന്റെ എക്സാമിന് ചാപ്റ്റർ 4ഉം അതേപോലെ തന്നെ ചാപ്റ്റർ 5ലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ചാപ്റ്ററിൽ നിന്നും നമുക്ക് 20 മാർക്ക് നേടാനുള്ള ചോദ്യങ്ങൾ ഇത് മാത്രം മതി മക്കൾസ്. അപ്പൊ ഓർത്തു വെക്കുക. അപ്പൊ നമുക്ക് ക്രിസ്മസ് എക്സാം നല്ല അടിപൊളിയാക്കണം മക്കളെ. ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഇന്ന് വൈകുന്നേരം രാത്രി 7 മണിക്ക് ഞാനും അതേപോലെ തന്നെ NK സാറും എന്ത് ചെയ്യുന്നുണ്ട്, ലൈവിൽ വരുന്നുണ്ട്. നമുക്ക് എല്ലാ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങൾ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരാളും ക്യാൻസൽ ചെയ്യരുത്, ഒരാളും മറക്കരുത്, ഒരാളും മിസ്സാക്കരുത്. ഇന്നത്തെ ലൈവ് നമുക്ക് പൊട്ടിപ്പൊടിക്കണം അല്ലേ? അടിപൊളിയല്ലേ? അപ്പൊ എല്ലാവരും സുഖമായിരിക്കും ഞാൻ വിചാരിക്കുന്നു മക്കളെ. നമ്മൾ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ പ്രതിഫലനം അല്ലെങ്കിൽ പ്രതിപതനം എന്നൊക്കെ പറയാം. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ട 3 പോയിന്റ്. ഒന്ന് റെഗുലർ റിഫ്ലക്ഷനും അതേപോലെ തന്നെ ഇറഗുലർ റിഫ്ലക്ഷൻ, അതായത് ക്രമമായിട്ടുള്ള പ്രതിപതനവും അതേപോലെ തന്നെ ക്രമരഹിതമായിട്ടുള്ള, അതിനെ നമ്മൾ വിസരിത പ്രതിപതനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അത് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വയ്ക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇനി മിറർ ആൻഡ് നാച്ചുറൽസ് ഓഫ് ഇമേജ്, നമുക്ക് ഇതിനകത്തുള്ള മിറർ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ മിറർ, സമതല ദർപ്പണം വരുന്നുണ്ട്, കോൺവെക്സ് ദർപ്പണം, കോൺവെക്സ് മിറർ വരുന്നുണ്ട്, കോൺകേവ് മിറർ, കോൺകേവ് ദർപ്പണം. ഈ മിററുകളൊക്കെ വരുന്നത് അതിന്റെയൊക്കെ ഇമേജും അതിന്റെ പ്രത്യേകത എന്താണ്, അതോടൊപ്പം അതിനകത്ത് എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പഠിക്കും. ലാസ്റ്റ് ഇതിനകത്ത് വരുന്നത് നമുക്ക് ഏതാണ്, ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര ഇക്വേഷൻ വേണ്ടി, എഫ് കാണാൻ ഇക്വേഷൻ വരുന്നുണ്ട് അല്ലെ. F = uv/u+v, ഇത് വെച്ചൊക്കെ പ്രോബ്ലം ചെയ്യണം. അല്ലെങ്കിൽ N = 360/θ-1. ആ രണ്ട് പ്ലെയിൻ മിററുകൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ഇമേജ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ഇമേജുകൾ വന്നു കഴിഞ്ഞാൽ എത്ര ഡിഗ്രിയിൽ ആംഗിളിലാണ് നിൽക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകും ഇന്ന് രാത്രി, മറക്കരുത് മക്കളെ. അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഇനി 5ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാല് വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം. അതിനകത്ത് അപവർത്തനവുമായി ബേസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രത. പ്രകാശിക സാന്ദ്രത കൂടിക്കഴിഞ്ഞാൽ ലൈറ്റിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതോടൊപ്പം തന്നെ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കേവല അപവർത്തനാങ്കവും അതേപോലെ തന്നെ എന്താണ്, ആപേക്ഷിക അപവർത്തനാങ്കവും. അപ്പൊ ഇത് കാണാൻ ഇക്വേഷൻ നമ്മൾ സാധാരണ N = c/v, ഈ ഒരു ഇക്വേഷൻ വെച്ച് എല്ലാ പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ സാധാരണ എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം എന്നൊക്കെ പറയും. ഇത് നമുക്ക് എന്താ രണ്ട് രീതിയിൽ ചെയ്യണം. ഒന്ന് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മറ്റൊന്ന് എന്താണ്, ഏതായിരിക്കും, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, ആപേക്ഷിക അപവർത്തനാങ്കം. പിന്നെ അതിനകത്ത് വരുന്ന സ്നെൽസ് ലോ, ഇവിടെ നമുക്ക് N = sin I/sin R, ഇത് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ക്രിട്ടിക്കൽ ആംഗിളും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതിനെ നമുക്ക് ചിത്രങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ചാപ്റ്റർ 4ഉം അതേപോലെ തന്നെ ചാപ്റ്റർ 5ഉം, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റും റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റും. ഈ ചാപ്റ്ററിൽ നിന്ന് 20 മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. ആ 20 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇത് മാത്രം മതി. ഏതായിരിക്കും? നമുക്ക് ഇതിനകത്ത് വരുന്ന ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. ഇതൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം, ഇന്ന് രാത്രി ലൈവില് മറക്കരുത് മക്കളെ, ഒരാളും മിസ്സാക്കരുത്. എല്ലാവരും ജോയിൻ ചെയ്യണം, നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ കൊണ്ടുവരണം. അപ്പൊ നോക്കുക, ഈ ഒരു ഇക്വേഷൻ പുറത്തേക്ക് 1/f = 1/v + 1/u, അല്ലെങ്കിൽ F = uv/u+v. അപ്പൊ ഇതൊക്കെ വെച്ചൊരു പ്രോബ്ലം ഷുവറാണ് നമുക്ക് പരീക്ഷയ്ക്ക്. ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇങ്ങനത്തെ പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. മാഗ്നിഫിക്കേഷൻ കാണാൻ പറഞ്ഞ രണ്ട് ഇക്വേഷൻ ഇപ്പൊ ഞാൻ എഴുതിയിട്ടില്ലേ, M = -v/u, നമുക്ക് വേണമെങ്കിൽ M = hi/ho, പ്രതിബിംബത്തിന്റെ ഉയരം ബൈ വസ്തുവിന്റെ ഉയരം. പിന്നെ u കാണാനും v കാണാനുള്ള സമവാക്യങ്ങൾ ഓർത്തേക്കുക. ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ അടുത്തൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എന്തായിരുന്നു, നമ്പർ ഓഫ് ഇമേജസ് കാണാൻ പറഞ്ഞാൽ 360/θ-1. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യും. അപ്പൊ ഈ രണ്ട് ചാപ്റ്ററിന് മക്കളെ ഇത്തരത്തിലുള്ള ഈ ചോദ്യങ്ങൾ മാത്രം മതി, നിങ്ങൾക്ക് 20 മാർക്ക് നേടും. ഏതൊക്കെയാണ് ആ ചോദ്യങ്ങൾ എന്നല്ലേ, ആ ചോദ്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. പക്ഷേ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, ഇതെന്താ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പൊ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പറഞ്ഞാൽ N = സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ മീഡിയം. N = പ്രകാശത്തിന്റെ വായുവിലെ വേഗം ബൈ പ്രകാശത്തിന്റെ മാധ്യമത്തിലെ വേഗം. ഇതിനാണ് നമ്മൾ N = c/v എന്ന് പറയാം. ഇനി റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ N12 = v2/v1, N2
N21 ഈക്വൽ ടു V1 ബൈ V2 ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതായത് N12 എന്ന് പറഞ്ഞാൽ രണ്ടാമത് എഴുതും മുകളിൽ എഴുതാം. അപ്പൊ V2 ബൈ V1 ഇങ്ങനെ എഴുതാം. N21 എന്ന് പറഞ്ഞാല് V1 ബൈ V2. അപ്പൊ ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക അതൊക്കെ ഞാൻ പറയും. ഒരാളും എന്ത് ചെയ്യാൻ പാടില്ല, ഇന്നത്തെ ക്ലാസ് മിസ്സാക്കരുത്. ഞാൻ ഒന്നുകൂടി പറയാം, സമയം കൃത്യം 7 മണിക്ക് കിട്ടും മക്കളെ. അപ്പൊ നോക്കാം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു മിറർ ഇഫ് ദ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ഇസ് 3? 3 ഇമേജുകൾ എന്താണ്, 3 പ്രതിബിംബങ്ങൾ രൂപപ്പെടുകയാണെങ്കിൽ ആ ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് എത്രയായിരിക്കും? ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മൾ ഇക്വേഷൻ n ഈക്വൽ ടു 360 തീറ്റ മൈനസ് 1 അല്ലെ, ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഇതിനകത്ത് മക്കളെ ഓർത്തിച്ചു n ആണ് നമുക്ക് 3 തന്നിട്ടുള്ളത്. നമ്പർ ഓഫ് ഇമേജ് എത്രയാണെന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രതിബിംബങ്ങളുടെ എണ്ണമാണ്. അപ്പൊ n-ന്റെ സ്ഥാനത്ത് നമ്മൾ എത്ര എഴുതണം? 3 എന്ന് എഴുതണം. ഇങ്ങനെയുള്ള ഒരു പ്രോബ്ലം. അപ്പൊ 3 ഈക്വൽ ടു 360 ബൈ തീറ്റ മൈനസ് 1. ഇനി ഇവിടെ എന്ത് ചെയ്യണം അറിയോ? ഈ -1 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അത് മൊത്തത്തിൽ വരികയാണ് അല്ലെ. അപ്പൊ ഈ -1 നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? +1 ആയി മാറും. അതായത് 3 + 1 ഈക്വൽ ടു 360 ബൈ തീറ്റ. അങ്ങനെയെങ്കിൽ 3 + 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 4 എന്ന് വരും അല്ലെ. എത്ര കിട്ടിയോ? 4 എന്ന് വരും. അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ എഴുതാം നോക്കിക്കോള്. 4 ഈക്വൽ ടു 360 ബൈ തീറ്റ. കാണുന്നുണ്ടല്ലേ? 4 ഈക്വൽ ടു 360 ബൈ തീറ്റ. അങ്ങനെയെങ്കിൽ ഈ തീറ്റ അങ്ങോട്ട് പോകുമ്പോ 4 അങ്ങോട്ട് താഴത്തേക്ക് എഴുതിയാ പോരെ. അങ്ങനെയെങ്കിൽ തീറ്റ ഈക്വൽ ടു 360 ബൈ 4. 360 ബൈ 4 എന്ന് പറഞ്ഞാൽ 4 4 ഒരു പ്രാവശ്യം 36 4 4 9 36. അപ്പൊ 9 0 90 എന്ന് കിട്ടി. ആൻസർ എത്ര കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ ഇതേപോലൊരു പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം മക്കളെ. പറ്റൂലേ? അപ്പൊ ഇതേ രൂപത്തിലുള്ള ഒരു 15 ക്വസ്റ്റ്യൻ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ നോക്കൂ, നമ്മളെ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റുമായി ബന്ധപ്പെട്ട്, അതോടൊപ്പം ഡിഗ്രി തന്നു കഴിഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ -1 വന്നാൽ ആ ഒബ്ജക്റ്റ് എവിടെയായിരിക്കും, അതിന്റെ മാഗ്നിഫിക്കേഷൻ അല്ലെങ്കിൽ ആ പ്രതിബിംബം എവിടെയായിരിക്കും, ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇതാ. അപ്പൊ മാഗ്നിഫിക്കേഷൻ <1 > 1 ഈക്വൽ ടു 1 വന്നാൽ എന്താകും പ്രത്യേകത? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അതോടൊപ്പം ഒരു കോൺകേന്ദ്രത്തിൽ നിന്ന് മിഥ്യയും നിവർന്നുമായ പ്രതിബിംബം രൂപപ്പെടുകയാണെങ്കിൽ ആ വസ്തുവിന്റെ സ്ഥാനം എവിടെയായിരിക്കും? അപ്പൊ പിക്ചറിന്റെ ബേസ് ചെയ്തിട്ടുള്ള പിക്ചറാണ്. F ഈക്വൽ ടു UV ബൈ U + V. നോക്കൂ, ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മൾ രാത്രി കൃത്യം 7 മണിക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുമായി ബേസ് ചെയ്തിട്ട് ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. ഈ സൈഡിലേക്ക് പോകുന്തോറും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്നു, അതോടൊപ്പം ഈ സൈഡിലേക്ക് പോകുന്നതോറും സ്പീഡ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇനി അതോടൊപ്പം ഈ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് ഏത് ഭാഗത്താണ് ഡെൻസിറ്റി കൂടുതൽ, ഏത് ഭാഗത്താണ് ഡെൻസിറ്റി കുറവ്, ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇന്ന് ചെയ്യും. അതേപോലെ തന്നെ ഒബ്സർവേറ്ററി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെ. ഇപ്പൊ ഈ ഒരു ചിത്രത്തില് ലൈറ്റ് ഇവിടെ വന്നിട്ട് ഗ്ലാസ് വാട്ടറിലേക്ക് കിടക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിക്കും ഈ വാട്ടറിന്റെ അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാന്നൊക്കെ ചോദിക്കും അല്ലെ. അപ്പൊ ഇവിടെ ശരിക്കും കാൽക്കുലേറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ നമുക്ക് ഈ n ഈക്വൽ ടു C ബൈ V എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. C എന്ന് പറഞ്ഞാൽ എയറിലൂടെയുള്ള വേഗത 3 × 10⁸ m/s ബൈ, ഇനി വാട്ടറിലൂടെയുള്ള വേഗത 2.25 × 10⁸ m/s. ഈ m/s 10⁸ അതേപോലെ തന്നെ 10⁸ വെട്ടിക്കളയാം. അങ്ങനെയെങ്കിൽ 3/2.25 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ എത്ര വരും? അപ്പൊ ഓർത്ത് വയ്ക്കുക, ഗ്ലാസിന്റെ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് 1.333 എന്നാണ്. അപ്പൊ ഇതൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇതൊക്കെ ചെയ്യാൻ ഐഡിയകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇന്ന് വൈകുന്നേരം പറയും. അതോടൊപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, കാൽക്കുലേറ്റ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. ഇങ്ങനെ വന്നാലും ഇതേ ഇക്വേഷൻ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അത് എങ്ങനെ ചെയ്യുന്നില്ല ഞാൻ ഇന്നത്തെ വൈകുന്നേരത്തെ ലൈവിൽ പറയും. അപ്പൊ മക്കളെ sin I ബൈ sin R ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് നമ്മൾ ഈ n എന്ന് പറയുന്നത് അപവർത്തനാങ്കം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, പിന്നെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഇന്ന് വൈകുന്നേരം 7 മണിക്ക് കൃത്യം നമ്മളെ മെഗാ മാരത്തോണില് ഞാനും നമ്മുടെ NK സാറും ലൈവിൽ വരുന്നതാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഇന്ന് എന്ത് ചെയ്യണം? ആ ലൈവ് ക്ലാസ്സിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം നാളെ നടക്കാനിരിക്കുന്ന നമ്മുടെ ഫിസിക്സിന്റെ എക്സാം വളരെ സുന്ദരമായിട്ട്, വളരെ മനോഹരമായിട്ട്, വളരെ ഈസി ആയിട്ട് എഴുതാനുള്ള എല്ലാ ട്രിക്കുകളും നമ്മൾ ഇന്ന് രാത്രി ഡിസ്കസ് ചെയ്യും. അപ്പോ
വൈകുന്നേരം സന്ധ്യക്ക് കാണാമല അല്ലേ മക്കളെ? അപ്പോൾ വൈകുന്നേരം കാണാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വൈകുന്നേരം കൃത്യസമയത്ത് ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ 2 ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ഇത്രയും കാര്യങ്ങളുണ്ടായിരിക്കും. ഇനി അടുത്ത 2 ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ NK സാറും പറയും. അപ്പോൾ ഈ ടോട്ടൽ ഈ ചാപ്റ്ററൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാളത്തെ എക്സാം സെറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.